ഓണക്കാലത്ത് മലയാളിയുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ഓണക്കോടിയും ഓണസദ്യയും പൂക്കളുമൊക്കെയാണ്. കോഴിക്കോട് മിഠായി തെരുവിലേക്ക് എത്തിയാൽ ഓണത്തിന്റെ മറ്റൊരു മുഖം കൂടി കാണാം. ഓണക്കോടി എടുക്കാൻ തിരക്കിട്ടെത്തുന്നവർ, വിലപേശലുമായി കച്ചവടക്കാർ, ഓണം പ്രമാണിച്ച വിവിധ ഇനം ഹൽവകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത തിരക്കാണ് മിഠായി തെരുവിൽ. ഓണമിങ് എത്തി. മിഠായി തെരുവും ഓണലഹരിയിലാണ്. കുട്ടികൾക്ക് പുത്തൻ ഉടുപ്പ് വേണം, മുതിർന്നവർക്ക് ഓണക്കോടി വേണം, വീട്ടുകാർക്ക് എല്ലാവർക്കും വസ്ത്രം വാങ്ങണം. ആവശ്യങ്ങൾ പലതാണ്, പക്ഷേ ലക്ഷ്യമൊന്നു മാത്രം: ഓണം കിടിലനാക്കണം. കടകൾക്ക് മുന്നിൽ തിരക്ക് കൂടുമ്പോൾ കച്ചവടക്കാരും ഒട്ടും പിന്നിലല്ല. ഇതിലും കുറഞ്ഞ വിലക്ക് കിട്ടില്ല, ചേച്ചിക്ക് ഇത് നന്നായി ചേരും. കുട്ടികൾക്ക് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. വില പേശലിനിടയിലും ഓണക്കോടി സ്വന്തമാക്കാനുള്ള ആവേശത്തിലാണ് മലയാളികൾ. ഓണമായാലും കോഴിക്കോട്ടുകാർക്ക് ഹൽവ വിട്ടൊരു കളിയില്ല. ഓണം പ്രമാണിച്ച് വിവിധ ഇനം ഹൽവകളാണ് മിഠായി തെരുവിൽ ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോടിന്റെ ട്രഡീഷണൽ ബ്ലാക്ക് ഹലുവ, പിന്നെ ഒരു 4 ടൈപ്പ് പ്രീമിയം ഹലുവകളൊക്കെ കോഴിക്കോടുണ്ട്. പിന്നെ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹലുവ മേടിക്കും. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരൊക്കെ ഹലുവ മാക്സിമം മേടിക്കും. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും കൂടുതലായിട്ട് മേടിക്കും. ഓണ വിപണിയിൽ ഇപ്പോൾ ഒരുപാട് സ്പെഷ്യലി നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. മിഠായി തെരുവിൽ എത്തിയാൽ പിന്നെ ഓണക്കോടി എടുക്കാതെ തിരിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല. വെറുതെ ഒന്ന് നോക്കാൻ കയറിയവർ പോലും കുറെ വസ്ത്രങ്ങളും വാങ്ങി പോകുന്നു. മിഠായി തെരുവിൽ ആകെ മൊത്തം ഓണത്തിരക്കാണ്. പുതിയ തലമുറയുടെ ട്രെൻഡി വസ്ത്രങ്ങൾ മുതൽ കസവു സാരിയും മുണ്ടും നേരിയതുമൊക്കെ കുട്ടികൾക്കുള്ള ഓണക്കോടി തേടിയെത്തുന്നവരും നിരവധിയാണ്. നല്ല വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊരു മോന് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഒരു മുണ്ട് വാങ്ങിച്ചു പോകുന്നു. പാലക്കാട്ടിൽ നിന്ന് വരികയാണ്. ഫസ്റ്റ് ടൈമാണ് മിഠായി തെരുവ്, ഫസ്റ്റ് ടൈമാണ്. ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട്. അങ്ങനെ ഓണം ആഘോഷിക്കാൻ കോഴിക്കോടും റെഡി, മിഠായി തെരുവും റെഡി. ന്യൂസ് മലയാളം, കോഴിക്കോട്.